അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, നമ്മളെ മരണത്തിന് ശേഷം ഖബർ എല്ലാവരെയും രണ്ടാലൊരു രീതിയിലാണ് സ്വീകരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ഭൂമി ലോകത്തിൽ കഴിച്ചു കൂട്ടിയത് അതേ രീതിയിലായിരിക്കും നമ്മളെ ഖബറും വരവേൽക്കുന്നത്. നമ്മൾ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചതെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ കെട്ടിപ്പിടിക്കും. അതല്ല നമ്മൾ അള്ളാഹ്ക്ക് വിരുദ്ധമായിട്ട് ആണ് നടന്നതെന്ന് ഇരിക്കട്ടെ, നമ്മൾ അതുപോലെ ആയിരിക്കും കേട്ടോ ഖബറും സ്വീകരിക്കുന്നത്. അങ്ങനെ ആരും തന്നെ ആ ഒരു ചടങ്ങിൽ നിന്ന് ഒഴിവാകുന്നില്ല കേട്ടോ. അതിൽ നിന്ന് ഒഴിവായ ഒരേ ആളുള്ളൂട്ടോ ഈ ഭൂമിയിൽ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയായ ഫാത്തിമ ബിന്ത് അസദ് എന്ന റളിയല്ലാഹു അൻഹ എന്നവരാണ് കേട്ടോ. ഒക്കെ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായ അബൂ താലിബ് എന്നവരുടെ ഭാര്യയായിരുന്നു കേട്ടോ ഫാത്തിമ ബീവി. അതുമാത്രമല്ല, അലി റളിയല്ലാഹു അൻഹു, ജഅഫർ തങ്ങൾ എന്നിവരുടെയൊക്കെ ഉമ്മയായിരുന്നു കേട്ടോ. റസൂലുള്ളാഹി ബീവിയുടെ വഫാത്തിന് ശേഷം ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. റസൂലുള്ളാഹിക്ക് ആ വേദന താങ്ങാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ മദീനയിൽ ബീവിയെ മറമാടാൻ കൊണ്ട് ചെന്നപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഒന്നവിടെ നിൽക്കട്ടോ, ഒരു കാര്യം ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ കമീസ് ഊരിക്കൊണ്ട് ബീവിയെ പുതപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി കുഴിച്ച കവറിൽ ഇറങ്ങിക്കൊണ്ട് അവിടെ ഒന്ന് കിടന്ന് കവറിൽ മൊത്തം റസൂലുള്ളാഹിയുടെ ശരീരമൊന്ന് ഉരുമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ നിൽക്കുന്ന സഹാബാക്കളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ റസൂലെ, അങ്ങ് ഒരിക്കലും ചെയ്യാത്ത പ്രവൃത്തിയാണല്ലോ റസൂലെ ഇങ്ങനെ കാണിക്കുന്നത്, എന്താ റസൂലെ ഇതിൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി മറുപടി പറയുന്നുണ്ട് കേട്ടോ. ഫാത്തിമ ബീവിയുടെ മക്കളായ അലി റളിയല്ലാഹു അൻഹും ജഅഫർ റളിയല്ലാഹു അൻഹും ഒക്കെ വയറൊട്ടി കിടക്കുമ്പോൾ പോലും എൻ്റെ മകൻ വയറ് നിറച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉമ്മയാണ് കേട്ടോ. അതായത് മുത്ത് റസൂലിനെ അത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ച് അത്രത്തോളം പരിഗണിച്ചിട്ട് ഒരു യത്തീമിൻ്റെ ഒരു കുറവും അറിയിക്കാതെ വളർത്തിയ ഉമ്മയായിരുന്നു കേട്ടോ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ എന്നവർ. ആ ഉമ്മാക്ക് റസൂലുള്ളാഹി ഇങ്ങനെ അല്ലാണ്ട് മറ്റേത് രീതിയിലാണ് ആ ഉമ്മാക്ക് നന്ദി പ്രകടിപ്പിക്കേണ്ടത്? ഒരുപാട് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ കമീസ് ഉമ്മാനെ പുതുപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ റസൂലുള്ളാഹിയുടെ കമീസ് മേത്തിരിക്കുന്നിടത്തോളം കാലം മണ്ണ് ഒരിക്കലും യാതൊരു കാരണവശാലും മണ്ണ് ഉമ്മാനെ എടുക്കുകയോ മറ്റുള്ള യാതൊരുവിധ ദോഷങ്ങളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റസൂൽ അങ്ങനെ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലേ കേട്ടോ, അത് എൻ്റെ ഉമ്മാക്ക് ശേഷം എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ഉമ്മയാണ് കേട്ടോ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ എന്നവരുന്നു. ഇൻഷാ അല്ലാഹ് ആ ഉമ്മയുടെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നാളെ അല്ലാഹു അവരോടൊപ്പം നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിലൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും.